ഹായ് ഷമീർ സാറാണ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ നമ്പേഴ്സ്, സംഖ്യകൾ എന്നുള്ള പാഠത്തിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഫാക്ടേഴ്സ്, ഘടകങ്ങൾ എന്ന് പറയുന്ന ഒരു കാര്യമായിട്ട് നമ്മൾ ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ചാപ്റ്ററിൽ നമ്മൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് ഘടകങ്ങൾ, ഫാക്ടേഴ്സ്. അത് നമ്മളിന്ന് സിമ്പിൾ ആയിട്ട് നല്ല രസത്തിൽ പഠിക്കാൻ പോവാ. അതിന്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ നമ്മുടെ 6ാം ക്ലാസ്സിലുള്ള എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ എന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. അങ്ങനെയാണെങ്കിൽ ഇനി എന്താ ഘടകങ്ങൾ, എന്താണ് ഫാക്ടേഴ്സ് നമ്മൾ പഠിച്ചാലോ? ഇത് നോക്കിക്കേ, ഞാനിവിടെ ഒരു സംഖ്യ തന്നിട്ടുണ്ട്. എന്താണ്? 30 എന്നുള്ള ഒരു സംഖ്യ ഞാനിവിടെ തന്നിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ട്? നിങ്ങൾ പറഞ്ഞേ, ഏതൊക്കെ രണ്ട് സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലേ നമുക്ക് 30 കിട്ടും? 1 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ നമുക്ക് 30 കിട്ടും, 30 കിട്ടുമോ? 1 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 30 കിട്ടുമോ? കിട്ടും. 1 ഇൻറ്റു 30 ആണ്. അതുപോലെ ഇനി 2 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ, രണ്ടിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ടോ? 2 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 30 കിട്ടുമോ? കിട്ടും. 2 ഇൻറ്റു 15, 2 ഇൻറ്റു 15 30 ആണ്. 2 ഗുണിക്കണം 15 30 ആണ്. ഇനി 3 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 30 കിട്ടുമോ? 3 ഗുണിക്കണം എന്തെങ്കിലും ചെയ്താല് 30 കിട്ടുമോ? 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ടോ? ഉണ്ട്. 3 ഇൻറ്റു 10, 3 ഗുണിക്കണം 10 30 ആണ്. ഇനി വേറെ ഏതെങ്കിലും സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ടോ? 4 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 30 ഉണ്ടോ? കിട്ടുമോ? ഇല്ല അല്ലെ. 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഇല്ല. അപ്പൊ ഇനി 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ നോക്കാം. 5 ഇൻറ്റു എന്തെങ്കിലും ചെയ്താൽ 30 കിട്ടുമോ? കിട്ടും. 5 ഇൻറ്റു 6, 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 5 ഗുണിക്കണം 6 ചെയ്താലും 30 കിട്ടും. ഇനി വേറെ ഏതെങ്കിലും സംഖ്യയുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ടോ? ഉണ്ട്. 1 ഇൻറ്റു 30 ചെയ്താൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ച് 30 ഇൻറ്റു 1 ചെയ്താലും 30 കിട്ടൂലേ. 30 ഇൻറ്റു 1 ചെയ്താലും 30 കിട്ടൂലേ. 1 ഗുണിക്കണം 30 ചെയ്താൽ 30 കിട്ടും. അപ്പൊ ഇത് നേരെ തിരിച്ചിടാം. 30 ഗുണിക്കണം 1 ചെയ്താലും 30 കിട്ടും. ഇനി 2 ഗുണിക്കണം 15 ചെയ്താൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചും പറഞ്ഞൂടെ, 15 ഗുണിക്കണം 2 ചെയ്താലും നമുക്ക് 30 കിട്ടും. 30ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 30 ഉണ്ട്. 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 3 ഗുണിക്കണം 10 ചെയ്താൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ 30 കിട്ടുമോ? ഇത് നേരെ തിരിച്ചിടുക. 10 ഗുണിക്കണം 3 ചെയ്താലും 30 കിട്ടും. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 5 ഇൻറ്റു 6 ചെയ്താൽ 30 കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് നേരെ തിരിച്ചും പറഞ്ഞൂടെ, 6 ഇൻറ്റു 5 ചെയ്താലും 30 കിട്ടും. 6 ഗുണിക്കണം 5 ചെയ്താലും 30 കിട്ടും. അപ്പൊ 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. അപ്പൊ ഈ രൂപത്തിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പൊ 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട് അല്ലെ. സിമ്പിൾ ആയിട്ട് നമുക്ക് കിട്ടിയില്ലേ. ഇനി വേറെ ഏതെങ്കിലും രൂപത്തിൽ വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 30 കിട്ടുമോ? പൂർണ്ണ സംഖ്യകളായിരിക്കണേ. ഡെസിമലുള്ള സംഖ്യകൾ ഒന്നും പാടില്ല. ഡെസിമൽ ഉള്ളതോ അല്ലെങ്കിൽ ഫ്രാക്ഷനിലുള്ള സംഖ്യകളോ ഒന്നും പാടില്ല. ഒരു സാധാരണ സംഖ്യ തന്നെ ആയിരിക്കണം. ഏതെങ്കിലും രണ്ട് സാധാരണ സംഖ്യകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താല് നമുക്ക് 30 കിട്ടുമോ? 30 കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാന്നറിയോ? 1ഉം 2ഉം 3ഉം 5ഉം 30ഉം 15ഉം 10ഉം 6ഉം 30ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം, ഘടകങ്ങളാണെന്ന് പറയാം. 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളില് 30 ഉണ്ട്. അതുപോലെ നേരെ 30ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. വീണ്ടും 30 എന്ന് പറയണോ? വേണ്ട. 30ന് ഒരു പ്രാവശ്യം നമ്മൾ എഴുതിയിട്ടുണ്ട്. വീണ്ടും 1 എന്ന് പറയണോ? വേണ്ട. 1ന് നമ്മൾ ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 15ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. ഏതൊക്കെ സംഖ്യകൾ പിന്നെ ഇതിലുള്ളത്? 3 ഉണ്ട്, 10 ഉണ്ട്. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 10ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. 6ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 30 ഉണ്ട്. അപ്പൊ നമ്മള് 1നെ എഴുതി, 30നെ എഴുതി. 30നെ വീണ്ടും എഴുതണോ? വേണ്ട. ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. 1നെ എഴുതി, 2നെ എഴുതിയിട്ടുണ്ട്, 15നെ എഴുതിയിട്ടുണ്ട്, 15ന് ഒരു തവണ എഴുതിയിട്ടുണ്ട് അല്ലെ. 2നും ഒരു തവണ എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ 3ന് ഒരു തവണ എഴുതിയിട്ടുണ്ട്. 10ന് ഒരു തവണ എഴുതിയിട്ടുണ്ട്. 10ന് നേരത്തെ എഴുതിയിട്ടുണ്ട്. 3ന് ഒരു തവണ എഴുതിയിട്ടുണ്ട്. 5ന് എഴുതിയിട്ടുണ്ട്. 6ന് എഴുതിയിട്ടുണ്ട്. വീണ്ടും 6ന് എഴുതണോ? വേണ്ട. വീണ്ടും 5ന് എഴുതണോ? വേണ്ട. അപ്പൊ ഈ സംഖ്യകളുടെ ഒക്കെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് 30 ഉള്ളത്.
അപ്പൊ ഇതൊക്കെ 30ന്റെ ഫാക്ടേഴ്സ് ആണെന്ന് പറയാം, 30ന്റെ ഘടകങ്ങളാണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ വേറൊരു സംഖ്യ കൂടെ ഞാൻ തട്ടെ. വേറൊരു സംഖ്യ എന്താണ്? 16. ഏതൊക്കെ രണ്ട് സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താൽ, ഏതൊക്കെ രണ്ട് സാധാരണ സംഖ്യകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടും? ഏതൊക്കെ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉള്ളത്? 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ടോ? ഉണ്ട്. 1 into 16 ചെയ്താൽ 16 ആണ് കിട്ടുക. ഇനി 2 into എന്തെങ്കിലും ചെയ്താൽ 16 കിട്ടുമോ? കിട്ടും. 2 into 8 ചെയ്താൽ 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിന് നേരെ തിരിച്ചു പറഞ്ഞൂടെ? 1 into 16 ചെയ്താൽ 16 കിട്ടും. അങ്ങനെയാണെങ്കിൽ നേരെ തിരിച്ചു പറയാം, 16 into 1 ചെയ്താലും അപ്പോ 16 കിട്ടും. 2 into 8 ചെയ്താലും 16 കിട്ടും. നേരെ തിരിച്ചും പറഞ്ഞോളപ്പോ 8 into 2 ചെയ്താലപ്പോ 16 കിട്ടും. 2 into 8 നേരെ തിരിച്ചിട്ട് 8 into 2. 2 into 8 ചെയ്താലും 16 കിട്ടും. 8 into 2 ചെയ്താലും 16 കിട്ടും. ഇനി വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടുമോ? 3 into എന്തെങ്കിലും ചെയ്താൽ 16 കിട്ടുമോ? ഇല്ല. 3ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഇല്ല, 16 ഇല്ല. 4 into എന്തെങ്കിലും ചെയ്താൽ 16 കിട്ടുമോ? കിട്ടും. 4 into 4 ചെയ്താൽ 16 കിട്ടും. ഇതിനെ നേരെ തിരിച്ചു പറഞ്ഞാലും 4 into 4 ആണല്ലേ. അപ്പൊ നമ്മൾ ഒന്നുകൂടി എഴുതണ്ട. അപ്പൊ 1ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ട്, 2ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ട്, 4ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ട്, 16ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ട്, 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും 16 ഉണ്ട്. ഇനി വേറെ ഏതെങ്കിലും രണ്ട് സംഖ്യകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ 16 കിട്ടുമോ? വേറെ ഏതെങ്കിലും നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ 16 ഉണ്ടോ? ഇല്ല. ഈ രൂപത്തിൽ മാത്രമേ നമുക്ക് 16 കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് പറയാം. 1, പിന്നെ 16, വീണ്ടും 16 പറയണോ? വേണ്ട, 16 ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വീണ്ടും 1 പറയണോ? വേണ്ട, 1 ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ 2, 8, വീണ്ടും 8 പറയണോ? വേണ്ട, 8 ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. വീണ്ടും 2 പറയണോ? വേണ്ട, ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. പിന്നെ 4, വീണ്ടും 4 പറയണോ? വേണ്ട, 4 ഒരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അപ്പൊ ദേ 1ന്റെയും 16ന്റെയും 2ന്റെയും 8ന്റെയും 4ന്റെയും മാത്രം മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലാണ് 16 ഉള്ളത്. അപ്പൊ 16ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് പറയാം. 16ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഏതാണെന്ന് പറയാം. ഇവയൊക്കെയാണ് 16ന്റെ ഫാക്ടേഴ്സ്, 16ന്റെ ഘടകങ്ങൾ. 1, 16, 2, 8, 4 ഇതൊക്കെയാണ് 16ന്റെ ഫാക്ടേഴ്സ് ഘടകങ്ങൾ. അപ്പൊ നമ്മൾ എന്താണ് ഘടകങ്ങൾ എന്ന് പഠിച്ചു. എന്താണ് ഫാക്ടേഴ്സ്? സിമ്പിൾ ആയിട്ട് പറഞ്ഞാല് ആ സംഖ്യ വേറെ ഏതൊക്കെ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഉണ്ടോ അതൊക്കെ അതിന്റെ ഫാക്ടേഴ്സ് ആണ്, അതിന്റെ ഘടകങ്ങളാണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പഠിച്ചു ഈ രൂപത്തിലൊക്കെ ചെയ്താലാണ് 30 കിട്ടുക. അപ്പൊ 30ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇത് മാത്രം നോക്കിയിട്ട് നമ്മുടെ കമന്റ് ബോക്സിൽ ഇടണം. അതുപോലെ 16ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് നിങ്ങൾ ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ കമന്റ് ബോക്സിൽ ഇടണം കേട്ടോ. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഇനിയും ഡീറ്റെയിൽ ആയിട്ട് നല്ല രസത്തിൽ പഠിക്കാനുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് മാഷ് 1-ാം തീയതി ലൈവ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ലൈവിലോട്ട് വരണം. നിങ്ങൾ ഇപ്പോൾ തന്നെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാം. എന്നിട്ട് എല്ലാ ഫ്രണ്ട്സിനും ഇപ്പോൾ തന്നെ ഈ വീഡിയോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കിനി ലൈവിൽ കാണാനുള്ളതാണ്. ബൈ ബൈ.